കനിവിന്റെയും കരുണയുടെയും തണലിൽ കഴിഞ്ഞുകൂടുന്നവരെക്കുറിച്ച് അറിയാനും തലശ്ശേരിയിലും അത്തരമൊരു കേന്ദ്രം വിപുലപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും തുടരവെയാണ് തലശ്ശേരി മുസ്ലിം സൌഹൃദ വേദിയുടെ നേതൃത്വത്തിൽ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ മതസംഘടനാ നേതാക്കൾ വടകരയിലെ തണൽ എന്ന കൂട്ടായ്മ സന്ദർശിക്കാൻ തീരുമാനിച്ചത്. 2016 ഡിസംബർ 14 ബുധൻ രാവിലെ 11:45 32 പേരടങ്ങുന്ന സംഘം തലശ്ശേരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. തണൽ കൂട്ടായ്മയുടെ തലശ്ശേരി ശാഖാ പ്രസിഡന്റ് ബി അബ്ദുൽ നാസർ, ജനറൽ സെക്രട്ടറി ഡോക്ടർ CP നാസിമുദ്ദീൻ, കൺവീനർ VK ജവാദ് അഹമ്മദ്, ജോയിന്റ് സെക്രട്ടറി KM അഷ്ഫാഖ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയം പള്ളി പരിസരത്ത് നിന്ന് യാത്ര ആരംഭിച്ചു. തലശ്ശേരിയും പെരിങ്ങത്തൂരും പിന്നിട്ട് ഇടുങ്ങിയ റോഡിലൂടെ വടകര എടച്ചേരി മീശമുക്കിലെ തണലിൽ എത്തുമ്പോൾ സമയം ഉച്ച 1 മണി കഴിഞ്ഞിരുന്നു. കരുണവറ്റാത്ത മനസ്സുകളുടെ ഹൃദ്യമായ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം തണലിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് പലതും ചോദിച്ചു മനസ്സിലാക്കി. 2 ഏക്കറോളം സ്ഥലത്ത് വിശാലമായ സൌകര്യത്തോടെ പ്രവർത്തിക്കുന്ന തണൽ അക്ഷരാർത്ഥത്തിൽ പലർക്കും മറ്റൊരു തണൽ തന്നെയാണ്. ദയാ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന് കീഴിൽ വടകര ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന തണലിന്റെ ചെയർമാൻ ഡോക്ടർ ഇദ്രീസും സെക്രട്ടറി MK മൻസൂറുമാണ്. ഭിന്നശേഷിക്കാരായ 250 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. സൗജന്യ വിദ്യാഭ്യാസം, പരിശീലനം, സ്പീച്ച് ആൻഡ് ഫിസിയോതെറാപ്പി തുടങ്ങിയവയോടൊപ്പം തെരുവിൽ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടവരും അനാഥരുമായ 150 അഗതികളായ മനുഷ്യരെയും തണലിൽ ഞങ്ങൾ കണ്ടു. ഓരോ കാഴ്ചയും കണ്ണീരണിയിക്കുന്നതോടൊപ്പം മനുഷ്യ മനസ്സിന്റെ വികലമായ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുന്നവയായിരുന്നു. വൃദ്ധരെയും മാനസിക രോഗികളായവരെയും പാറിപ്പറക്കേണ്ട ബാല്യം വൈകല്യത്താൽ തളച്ചിടപ്പെട്ട അവസ്ഥയുള്ള കുട്ടികളെ കണ്ടപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് വിങ്ങിപ്പൊട്ടി. ജീവിതവഴിയിൽ പകച്ചുപോയവർക്ക് വഴികാട്ടിയായി, അത്താണിയായി 2000-ഓളം വരുന്ന അശരണർക്ക് തണലൊരുക്കുന്ന ഈ തണലിന്റെ പ്രവർത്തകരെ സർവശക്തനായ ദൈവം കനിഞ്ഞനുഗ്രഹിക്കട്ടെ. വളരെ സമഗ്രമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ പ്രവർത്തന മേഖല ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് തലശ്ശേരിയിലെ തണലിന്റെ ഒരു ഉപകേന്ദ്രം എന്ന നിലക്ക് തലശ്ശേരിയിലും ഇത് സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മളതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തണലിന്റെ എല്ലാ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഉച്ചഭക്ഷണവും കഴിഞ്ഞ് 3 മണിയോടെ തണലിന്റെ അടുത്ത കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ടു. വടകരയിലെ മറ്റൊരു തണൽ. ആരോഗ്യത്തോടൊപ്പം സമ്പത്തിനെയും കാർന്നു തിന്നുന്ന കിഡ്നി രോഗികൾക്ക് വലിയൊരു ആശ്വാസമായ തണൽ ഫ്രീ ഡയാലിസിസ് സെന്ററിലേക്ക്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഡയാലിസിസ് സെന്ററാണിത്. പൂർണ്ണമായും സൌജന്യമായി ആയിരക്കണക്കിന് രോഗികളാണ് ഇവിടെ നിന്നും ഡയാലിസിസ് ചെയ്യുന്നത്. ഒരേ സമയം 50 പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൌകര്യവും ഞങ്ങൾ നോക്കിക്കണ്ടു. ഡയാലിസിസ് കേന്ദ്രം സന്ദർശിച്ചതിനു ശേഷം അതേക്കുറിച്ചുള്ള സംശയങ്ങളും വിശദീകരണങ്ങളുമായി ഒരൽപ്പനേരം ചർച്ച. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. തണൽ ഹെൽത്ത് കെയർ. ഡോക്ടർ ഇദ്രീസും സംഘവും അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തലശ്ശേരിയിൽ രൂപീകൃതമായ തണൽ തലശ്ശേരി രോഗികൾക്ക് സാന്ത്വനമാകാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ചർച്ചയും വിശദീകരണവുമായി പിന്നെയും അരമണിക്കൂർ. മഗ്രിബ് ബാങ്ക് കൊടുത്തയുടനെ ഇവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി. മടങ്ങുമ്പോൾ മനസ്സിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ആരംഭിക്കാനിരിക്കുന്ന ഡയാലിസിസ് കേന്ദ്രം കൂടുതൽ പാവപ്പെട്ട രോഗികൾക്ക് സൌജന്യമായി ചെയ്തു കൊടുക്കാൻ പരമാവധി ശ്രമിക്കണം എന്ന കരുണവറ്റാത്ത നിശ്ചയദാർഢ്യം. രാത്രി 7:30 തിരികെ തലശ്ശേരിയിലേക്കെത്തുമ്പോൾ സ്റ്റേഡിയം പള്ളിക്ക് മുന്നിൽ ബസ് നിർത്തിയപ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി മുഴങ്ങുന്നുണ്ടായിരുന്നു. ദൈവമാണ് വലിയവൻ എന്ന പരമസത്യം.